ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ, അവന്റെ ആഫിയത്തിന്റെ ചിറകുകൾ നമ്മുടെ മേൽ സദാ അവൻ വർഷിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, കാരണം നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞാലുള്ള തുടങ്ങുക, അങ്ങനെ നമ്മൾ വീണ്ടും സൂറത്തുൻ നബയിലേക്ക് എത്തിയിരിക്കുകയാണ്. നബയിലെ നമുക്കൊന്ന് ഒരു പ്രാവശ്യം ആദ്യം ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എന്റെ കൂടെ ഓതണട്ടാ. കാരണം ഞാന് എന്തോ ശബ്ദത്തിനൊരു ചെറിയൊരു പ്രശ്നം ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണുള്ളത്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉറക്കെ ഓതണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ അലം നജ്അലിൽ അർള അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ الليل ലിബാസാ വജഅൽനാ النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابسين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن. നമ്മൾ അവിടെയാണ് ആശയം പറഞ്ഞു നിർത്തിയത്. അപ്പോ വിശുദ്ധ ഖുർആന്റെ ഈ സൂറയുടെ തന്നെ ഒരു വല്ലാത്തൊരു മനോഹാരിത ഞാനൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു തരികയാണ്. പരലോകത്തിന്റെ സംഭവ്യത വിശദീകരിച്ചു.
എന്നിട്ട് റസൂലിനെ ഒന്ന് ഉറപ്പിച്ചു. പരലോകത്തിനുള്ള 10 പ്രസ്താവനകൾ പറഞ്ഞു. ഇതെല്ലാം സത്യമാണെങ്കിൽ യൗമുൽ ഫസ്ല് സമയം നിശ്ചയിക്കപ്പെട്ടു ഉറപ്പാണെന്ന് പറഞ്ഞു. അതോടൊപ്പം പിന്നെ ആ ജഹന്നം ഒരുക്കിയത് ആർക്കാണെന്ന് പറഞ്ഞു. ഒരു വിളി വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുഴിമാടത്തിൽ നിന്ന് ഈ മണ്ണിൽ എഴുന്നേറ്റ് വരും എന്നുള്ളത് പ്രഖ്യാപിച്ചു. നരകം പറഞ്ഞു തന്നു. ആർക്കാണ് നരകമെന്ന് പറഞ്ഞു. സ്വർഗം പറഞ്ഞു തന്ന് എന്താണ് സ്വർഗം, എങ്ങനെയുള്ളതാണ് സ്വർഗം എന്ന് പറഞ്ഞു തന്നു. അതിമനോഹരമായ വിശദീകരണമാണ് നമ്മൾ കേട്ടത്. നമ്മൾ അന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരികയാണ്. നമ്മൾ ഒരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമ്മാനം, കണക്കൊത്ത സമ്മാനം തരുന്നത് ആരാണ്? ആകാശങ്ങളുടെ ഭൂമിയുടെ അവ രണ്ടിന്റെ ഉള്ള സകല വസ്തുക്കളുടെയും ഉടമസ്ഥനായ പരമദയാലുവായ റഹ്മത്തിന്റെ നിറകുടമായ പടച്ചോനാണ് തരുന്നത്. ഇനി പ്രിയരെ, ആ റബ്ബിനെ അവന്റെ ഏറ്റവും വലിയ 1-2 വിശേഷണങ്ങൾ പറഞ്ഞു തരുന്നു. പരലോകത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന രംഗം പറയുന്നു. അന്ന് ആർക്കാണ് സുരക്ഷ എന്ന് പറഞ്ഞു തരുന്നു. ഒരുങ്ങണമെങ്കിൽ ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു തന്നു. പരലോകം മഹ്ശർ എപ്പോഴാണ് സംഭവിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാക്ക് പറഞ്ഞെന്ന്. കൂടെ ആ നേരത്ത് കാഫിറുകളുടെ ചിന്ത എന്താണ് എന്നും പറഞ്ഞു തരാണ്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞെന്ന വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നത് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതാ, അതിന്റെ അർത്ഥം പറഞ്ഞുതരാം, എന്നിട്ട് അതിന്റെ ഒരു ചെറിയ ബയാനും അപ്പോൾ പറഞ്ഞു തന്നാൽ ഇൻഷാ അല്ലാഹ് ഈ സൂറ നമുക്കിന്ന് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യംലികൂന മിൻഹു ഖിതാബ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വാക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇവൻ റഹ്മാനായ റബ്ബാണ്. പക്ഷെ ആ റബ്ബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ലാ യംലികൂന മിൻഹു ഖിതാബ. വളരെ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വാക്കാണത്. മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുക എന്നാണ്. മലക്ക ഉടമപ്പെടുത്തുക, അല്ലെ? മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, രാജാവ് എന്നാണ്. മലക്ക യംലിക്കു, അതിന്റെ ബഹുവചനാണ് യംലിക്കൂന, അവര് ഉടമപ്പെടുത്തുന്നു. ലാ യംലിക്കൂന, അവർക്ക് ഉടമപ്പെടുത്താൻ കഴിയൂല, അവർക്ക് സാധിക്കൂല. മിൻഹു, അവനിൽ നിന്ന്. ഖിതാബൻ, എന്തിനു കഴിയില്ല? സംസാരിക്കാൻ കഴിയില്ല. യാതൊരാൾക്കും അന്നാളില് ഒന്നും സംസാരിക്കാൻ കഴിയില്ല. മറ്റൊരർത്ഥം അതിൽ പ്രധാനപ്പെട്ട്, അവനിൽ എന്തെങ്കിലും സംസാരിച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ, ഉടമപ്പെടുത്തി തരാൻ ഈ ലോകത്താർക്കും കഴിയില്ല. പ്രിയരെ, നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോ അടിസ്ഥാനപരമായ സംഭവ്യത എങ്ങനെയാണ്, അതിന്റെ സ്വഭാവമാണ് ഈ ഒറ്റ വാക്കിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നത്. നിങ്ങൾ നല്ല പോലെ ഇത് ശ്രദ്ധിക്കണം. എങ്ങനെ? ലാ യംലികൂന മിൻഹു ഖിതാബ. നേരെ ഖിതാബ, ഖിതാബ് എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണം നടത്തുക. അഭിമുഖ സംഭാഷണത്തിന്, അഭിമുഖ സംസാരത്തിന് അവനോട് ആർക്കും കഴിയില്ല. എന്ന് വെച്ചാല് സാധാരണ മനുഷ്യന്റെ ഒരു സ്വഭാവം എന്താ അറിയോ? നമുക്ക് എപ്പോഴാണ് ഒരു ധൈര്യം കിട്ടുക? ഇപ്പോ രാജ്യം ഭരിക്കണ ഭരണാധികാരികളുണ്ട്. ഈ ഭരിക്കുന്ന ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് ഭരണം കിട്ടണമെന്ന് അനുയായികൾ ആഗ്രഹിക്കുന്നുണ്ടോട്ടാ? നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്വാധീനിച്ച് വിജയിപ്പിക്കാൻ കഴിയും എന്ന ഒരു ബോധ്യമാണ് അതിൽ വരുന്നത്. എനിക്ക് ഇന്ന ആളുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും പേടിക്കേണ്ടതില്ല.
അയാൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ സ്വാധീനം ചെലുത്തിയിട്ട് ഇയാൾ വാങ്ങിച്ചു തരും. ഇതൊക്കെയാണ് നമ്മളുടെ ആശ്വാസം എന്ന് പറയുന്നത്, അല്ലെ? ഈ പരിപാടി പടച്ചോന്റെ അടുക്കൽ നടക്കൂല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തിനാണ് വാപ്പയുടെ മക്കളുടെ എല്ലാം കഥകള്, സംഭവങ്ങൾ ഖുർആൻ പറഞ്ഞു തരുന്നത്? ഇപ്പൊ നമ്മളെ ദുനിയാവിലുള്ള ഒരു ജീവിതം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ കുടുംബത്തില് നമ്മളൊരു 5 ആളുണ്ട്, 4 മക്കളുണ്ട്, ഭാര്യ ഉണ്ട്, വാപ്പുണ്ട്, ഉമ്മ ഉണ്ട്, അല്ലെ? നമ്മളും ഉണ്ട്. അപ്പൊ ഒരു 6-7 ആളുകളായി. ഞാൻ ഒരാള് അധ്വാനിച്ചാൽ തന്നെ എന്റെ കുടുംബത്തിന്റെ ചെലവുകൾ, നിത്യവൃത്തികൾക്ക് പോകാൻ സത്യത്തിൽ അത് മതി. വലിയ അടിപൊളിയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിമം ജീവിക്കാൻ കഴിയും. ഇനി ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ എൻ്റെ മക്കൾക്കും എൻ്റെ ഇണക്കും വരാം എന്നൂടെ. ഒരു പക്ഷേ എനിക്ക് കിട്ടുന്നതിനേക്കാളും പരിഗണനയായിരിക്കും എൻ്റെ ഇണകൾക്ക് കിട്ടുക. നമ്മൾ അങ്ങനെയാണ്. ഇത് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അവരെ പരിഗണിക്കാൻ ആളുകൾ ഉണ്ടാവും. എന്നാൽ അത് ദുനിയാവിന്റെ സ്വഭാവം അങ്ങനെയാണ്. ആഖിറത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മകൻ നന്നായി, പക്ഷെ വാപ്പ നന്നായില്ല. അതുകൊണ്ട് വാപ്പാക്ക് അതിന്റെ ഗുണം കിട്ടൂല. വലിയൊരു വിഷയമാണത്. വാപ്പനെ അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗങ്ങള് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കി, പിന്നെ വാപ്പയായ നൂഹ് അലൈഹിസ്സലാം നന്നായി, പക്ഷെ ആര് നന്നായില്ല? മകൻ നന്നായില്ല. അപ്പൊ മകൻ നന്നാതെ ഇരുന്നപ്പോ മകൻ എന്ത് ചെയ്തു? മകൻ അതിന്റെ ഗുണം കിട്ടിയില്ല, അല്ലെ? ഭർത്താവ് നന്നായി, ഭാര്യ നന്നായില്ല. അപ്പോ പിന്നെ നമ്മൾ അങ്ങനെ 1-2 നബിമാരുണ്ടല്ലോ. ഇപ്പോ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാലത്തുള്ള ഒരു പ്രവാചകനുണ്ടല്ലോ, നല്ല മറവിയുണ്ടേ, ഓർമ്മ നിങ്ങൾ ഇങ്ങനെ എടുക്കണം, ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞു തന്നാലും വളരെ നന്നായി. ആ ഒരു പ്രവാചകൻ, അവരുടെ ഭാര്യ ആരാണ്? ലൂത്ത് അലൈഹിസ്സലാം. ലൂത്ത് അലൈഹിസ്സലാം. ഓക്കെ, ലൂത്ത്, ജസാക്കല്ലാഹ് ബാരിക് ഫീക്. അവിടെ ലൂത്ത് അലൈഹിസ്സലാം നന്നായി, ഭാര്യ നന്നായില്ല, കാര്യം കിട്ടിയില്ല. ഇവിടുത്തെ ആസിയ ബീവി നന്നായി, ഭർത്താവ് ഫറവോൻ നന്നായില്ല. എന്തിനാണ് അള്ളാഹു ഇത് തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്? അതേ സ്ഥാനത്ത് ആ കുടുംബത്തിന്റെ പിന്നെ ഫറവോന്റെ ചെലവിൽ തന്നെയാണല്ലോ ഇവര് ജീവിക്കണത്. ലൂത്ത് അലൈഹി ഇസ്ലാമയുടെ ചെലവിലാണ് ആ ഭാര്യ കഴിഞ്ഞു പോകുന്നത്, അല്ലെ? അത് ദുനിയാവ് ഒന്ന് വേറെ, ആഖിറ ഒന്ന് വേറെ. ആഖിറത്തിന്റെ കാര്യം വിജയിക്കണമെങ്കിൽ അവിടെ ഞാൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം, ഞാൻ നിങ്ങളുടെ എല്ലാ സംഗതികളും ഏറ്റെടുത്തു എന്ന് പറയാൻ കഴിയുന്ന ഒരാളും അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ വരേ വേണ്ട. ഈ ചിന്ത വരുന്നോടുകൂടെ ശിർക്കിന്റെ എല്ലാ വാതിലുകളും പൊളിഞ്ഞു, അല്ലെ? നമ്മളൊക്കെ പഴയ മാലപ്പാട്ടുകളില് എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു അവർ. അപ്പോ അങ്ങനെ തുടങ്ങിയിട്ട് പല ശേഖന്മാരിലേക്കും പല കഥകളും ചേർത്തി വെച്ച് ഞാൻ ഇന്ന ആളുടെ മുരീദായാല് എനിക്ക് എല്ലാ സംഗതികളും, ഞാൻ ഒന്നും ചെയ്യേണ്ട, ബാക്കി മൂപ്പര് നോക്കിക്കോളും എന്ന് പറയുന്ന പരിപാടി അവിടെയില്ല. അതിനാണ് അള്ളാഹു റഹ്മാനായ റബ്ബാണ് എന്ന് പറഞ്ഞ ഉടനെ എന്ത് ചെയ്തത്? ലായം ലിക്കുന മിൻഹു ഹിതാബ എന്ന് പറഞ്ഞത്. സാധാരണ ഈ പരമദയാലു, കാരുണ്യവാൻ എന്നൊക്കെ പറയുമ്പോ നമ്മൾക്കൊരുന്നുണ്ടാകും, അതൊരു സാധു മനുഷ്യനാണ്, അയാളെത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എങ്ങനെങ്കിലൊക്കെ ഞാൻ വായിച്ചരങ്ങളിന്റെ പിന്നാലെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ നല്ല അങ്ങോട്ട് പറഞ്ഞാൽ അയാളത് സ്വീകരിക്കാതിരിക്കൂല എന്നൊക്കെ ഉണ്ടല്ലോ. അത് ദുനിയാവ് വേറെ, ആഖിറം വേറെ. അതിനാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നത്? ലാ യംലികൂന മിൻഹു ഹിതാബ എന്ന് പറഞ്ഞത്. ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോളോട് വിളിച്ച് പറഞ്ഞിട്ടുള്ള ആ അഭ്യർത്ഥന പോലെയുള്ള വാക്കുകൾ ഉണ്ടല്ലോ, മോളെ എന്ത് വേണമെങ്കിലും ഉപ്പാന്റെ കുട്ടി ചോദിച്ചോ, പക്ഷേ ഒരു കാരക്ക ചീള് കൊണ്ടെങ്കിലും നിന്റെ ശരീരത്തെ നീ നരകത്തിൽ രക്ഷിക്കണം, അത് ഞാൻ വിചാരിച്ചാൽ നടക്കൂല
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത സൂറകളൊക്കെ വരുമ്പോ നമുക്കതൊക്കെ പഠിക്കാം. ഇതിന്റെ വിശദീകരണം തന്നെയാണ് ബാക്കി എല്ലാ അധ്യായങ്ങളിലും വരിക. ലാ യംലികൂന മിൻഹു ഹിതാബ. ഓക്കെ, ഇനി അടുത്തൊരായത്ത് നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സ്വഫൻ ലാ യതകല്ലമൂൻ صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. പറയേ, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സ്വഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ أذن له الرحمن وقال صوابا. ഒന്നുകൂടെ ഓതണം എല്ലാരും കേട്ടോ. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സ്വഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ أذن له الرحمن وقال صوابا. ഒന്നുകൂടെ പറയും. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സ്വഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സ്വവാബാ. അപ്പൊ അതിന്റെ അർത്ഥം നോക്കിയേ, എളുപ്പമാണ് കേട്ടോ. അതിലൊന്നും അധികമൊന്നും ഒരു കെട്ടിക്കൊടുക്കുകയില്ല. യൗമ അന്നത്തെ ദിവസം, യൗമുൻ ദിവസം, യൗമ ആ ദിവസം. ആ ദിവസം എന്താണ്? യഖൂമു ഖാമ നിന്നു, യഖൂമു നിൽക്കുന്നു, യൗമ യഖൂമു നിൽക്കുന്ന ദിവസം. അർറൂഹു റൂഹും വൽ മലായികതു മലക്കുകളും. ബാക്കിയൊക്കെ പറഞ്ഞു കേട്ടോ. സഫൻ അണി അണിയായി, സഫ സഫായി. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ. റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ആ ദിവസം. ലാ യതകല്ലമൂന കല്ലമ തകല്ലമ, തകല്ലമ സംസാരിക്കുക, വർത്തമാനം പറയാ, കലാമു പറയാ. യതകല്ലമു സംസാരിക്കുന്നു, യതകല്ലമൂന അവര് സംസാരിക്കുന്നു, ലാ യതകല്ലമൂന അവര് സംസാരിക്കുന്നില്ല. അവര് ഒരാളും സംസാരിക്കുന്നതല്ല. ഇല്ല ഒരാളൊഴികെ, ഇല്ല ഇല്ല മൻ ഒരുത്തനൊഴികെ. അപ്പോ ഒരാളൊഴികെ അന്ന് ആരും വർത്തമാനം പറയൂല. എന്താണ് അതിന്റെ പ്രത്യേകത? അതിന അനുമതി നൽകി, ലഹു അവന്, അർ റഹ്മാനു റഹ്മാനായ റബ്ബ് അനുമതി കൊടുക്കുകയും, വഖാല സ്വവാബ സ്വവാബ് പറയുകയും ചെയ്തവനൊഴികെ. സ്വവാബ് എന്ന് പറഞ്ഞാൽ ശരി പറയുക, ശരിയായത് പറയുകയും, പിന്നെ റഹ്മാനായ റബ്ബ് അനുമതി കൊടുക്കുകയും ചെയ്തവനല്ലാതെ അന്നൊരാളും വർത്തമാനം പറയൂല. മലക്കുകളും റൂഹും അണിയണിയായി നിൽക്കുന്ന ആ ഒരു ദിവസം. നിങ്ങൾ ഞാൻ അതിന്റെ കൂടെ ഒന്നും കൂടി അർത്ഥം പറഞ്ഞു നോക്കി. ആത്മാവും മലക്കുകളും അണിയണിയായി നിലകൊള്ളും നാളിൽ യാതൊരാളും സംസാരിക്കുന്നതല്ല. എങ്ങനെ? കരുണാവാരിധിയായവൻ അനുമതി കൊടുക്കുകയും ശരിയായത് പറയുകയും ചെയ്യുന്നവനല്ലാതെ. ഇവിടെ
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയാത്ത ഒരു സംഗതിയെ അല്ല കേട്ടോ ഞാന് ഒന്ന് ശരിക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ റൂഹ് എന്നത് ഏകവചനമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റൂഹുൽ അമീൻ എന്ന് പറയുന്നത് ആരുടെ പേരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പേരാണ്. ഇവിടെ വിചാരണ തുടങ്ങുകയാണ് പരലോക നാളിൽ. ആ വിചാരണ തുടങ്ങുന്ന സമയത്ത് അള്ളാഹു അതിന്റെ രംഗം വിശദീകരിച്ചു തരുന്നത് എങ്ങനെയാണ്? ഒന്ന്, മലക്കുകള്. നമ്മൾ നേരത്തെ അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോ ഫതകൂനു, എങ്ങനെയാണത്? നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോ ആകാശങ്ങൾ ഫകാനത്ത് അബ്വാബ എന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന. ഇവിടെ വിചാരണക്ക് വേണ്ടി ഈ തുറസായ മൈതാനത്ത് മലക്കുകളുണ്ട്. പിന്നെ ആരുണ്ട് മോളെ? കുട്ടനാ ലൈറ്റ്. റൂഹുണ്ട്. റൂഹ് എന്ന് പറയുന്നത് റൂഹുൽ അമീൻ, ജിബ്രീൽ അലൈഹിസ്സലാമക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ പരിഗണനയും സ്ഥാനവുമാണ്. ആ സവിശേഷ പദവിയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് മിക്ക തഫ്സീറിന്റെ ഉലമാകളും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് വിചാരണ തുടങ്ങാണ്. വിചാരണ തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ അവസ്ഥ എന്താണ്? എല്ലാവരും മണിയണിയായി നിൽക്കാണ്. അന്ന് ആർക്കേ സംസാരിക്കാൻ കഴിയുള്ളൂ? രണ്ടാളുകള്. ഒന്ന്, പിന്നെ ഇതില് അള്ള ഇങ്ങനെ പറയണ എന്തിനാന്ന് ചോദിച്ചാൽ, ഒന്ന് അള്ളാഹു അനുമതി കൊടുക്കണം. ഇവിടെ സംസാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുപാർശയാണ്, ശഫാഅത്ത് നടത്തുകയാണ്. രണ്ട് ഉപാധികളോടെ മാത്രമേ അത് സാധ്യമാകൂ എന്ന് അള്ളാഹു പറയും. ഒന്ന്, ഏത് കുറ്റക്കാരന് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു, അല്ലെ, ഏത് കുറ്റക്കാരന് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു അവർക്ക് അനുമതി നൽകുന്നുവോ അയാൾക്ക് അതും ആ കുറ്റക്കാരന് വേണ്ടി മാത്രം ശുപാർശ ചെയ്യാൻ കഴിയും. അത് കയ്യൂല എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. അതിനാണ് അങ്ങനെ ഉറപ്പിച്ചു പറയണത്. അല്ല ഇന്ന മറ്റേ ആള് സഹായിക്കും എന്നുള്ള പരിപാടി അവിടെ നടക്കൂല. രണ്ട്, ശുപാർശകൻ പറയുന്നത് ശരിയും ഉചിതവുമായ കാര്യമായിരിക്കണം. അനുചിതമായ ശുപാർശകൾ അവിടെ പരിഗണിക്കൂല. ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവൻ ഭൗതിക ലോകത്ത് നന്നേ ചുരുങ്ങിയത് സവാബ് ഉൾക്കൊണ്ടവനായിരിക്കണം, അഥവാ സത്യവചനം കലിമ സ്വീകരിച്ചവനെങ്കിലും ആയിരിക്കണം. അതായത് അവൻ ആരായിരിക്കണം? പിന്നെ സത്യനിഷേധി ആയിരിക്കരുത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. സത്യനിഷേധികളായ ആളുകൾക്ക് വേണ്ടി അവിടെ ഒരു പരിപാടിയും നടക്കൂല. ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് ആ ശുപാർശ ചെയ്യുന്നവനെ ആര് ഇഷ്ടപ്പെടണം? അള്ളാഹു തൃപ്തിപ്പെടണം. ആ തൃപ്തിപ്പെട്ട് അവർക്ക് വേണ്ടി പിന്നെ അനുമതി കൊടുത്താൽ മാത്രമേ അവിടെ നടക്കുള്ളൂ. വക്കാല സ്വവാബ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. പ്രിയപ്പെട്ടവരെ, കുറെ പറയേണ്ടുന്ന ഒരു വചനമാണിത്. ഞാന് എന്റെ നാവൊന്നും എന്താണോ കുറച്ച് ദിവസങ്ങളായിട്ട് അതിങ്ങോട്ട് തിരിഞ്ഞു കിട്ടുന്നില്ല. അന്ന് കുറെ മുമ്പ് തുടങ്ങിയ ഒരു പ്രശ്നമുണ്ട്, അതിൽ തന്നെ ഇങ്ങനെ നിന്ന് അതിന്റെ ഒരു പെയിൻ ഉണ്ട്. അതാണ് തന്നെ വർത്തമാനത്തിനൊരു ഫ്ലോ കിട്ടാത്തത്. അപ്പോ റഹ്മാനായ റബ്ബ് അനുമതി കൊടുക്കണം, അവർക്ക് വേണ്ടിയ വർത്താനം പറയുള്ളൂ. ഈ പിന്നെ വക്കാല സ്വഭാവ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ. അടുത്ത ആയത്ത് ഒന്നുകൂടി നോക്കാം. നമുക്ക് എന്നിട്ട് വായിച്ചിട്ട് അർത്ഥം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടി നോക്കി. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു
വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. വായിക്കണേ. ദാലികൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. സഹോദരങ്ങളെ, നമ്മളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 ആയത്തുകളാണ് ഈ പറയുന്നത് കേട്ടോ. ദാലികൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. അർത്ഥം ഒന്ന് പറഞ്ഞേരേ. ദാലിക, അത്, അൽ യൗം, ആ ദിവസം, ദാലികൽ യൗമു, ആ ദിവസം കേട്ടോ, ആ ദിനം, അൽ ഹഖു, അത് ഹഖായ ദിവസമാകുന്നു, അതാകുന്നു ഹഖായ ദിവസം. ഫമൻ, അപ്പോൾ ഏതൊരുത്തൻ, ശാഅ, അവൻ ഉദ്ദേശിക്കുന്നുവോ, ഇലാ റബ്ബിഹി, തന്റെ റബ്ബിങ്കലേക്ക് മടങ്ങണമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ മആബാ, അതിന്റെ മടങ്ങാനുള്ള മാർഗം അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. അത്, ആ ദിനം, അതാണ് തികഞ്ഞ സത്യമായ ദിനം. ഇഷ്ടമുള്ളവൻ തന്റെ റബ്ബിങ്കലേക്ക് മടങ്ങാനുള്ള മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ. ഇന്നാ അൻദർനാകും, ഇന്നാ, നിശ്ചയം നമ്മൾ, അൻദർനാ, അൻദറ, മുന്നറിയിപ്പ് തന്നു, അൻദർനാ, നാം മുന്നറിയിപ്പ് തന്നു, അൻദർനാക്കും, നാം ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു, അദാബൻ, ഒരു ശിക്ഷയെ സംബന്ധിച്ച്, ഖരീബൻ, ഏറ്റവും ഖരീബായി നിൽക്കുന്ന, ഏറ്റവും അടുത്ത് സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച്, ആസന്നമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. യൗമ, ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. യൻളുറു, നോക്കുന്ന ദിവസമാണ്. നളറ, നോക്കി, യൻളുറു, നോക്കുന്നു. ആര് നോക്കുന്നു? യൻളുറുൽ മർഉ, മർത്യൻ, മനുഷ്യൻ നോക്കുന്ന ദിവസം. മാ ഖദ്ദമത് യദാഹു, ഖദ്ദമ, മുൻകൂട്ടി ചെയ്തു വെക്കുക. ഖദ്ദമത്ത്, അത് ഖദ്ദമയുടെ സ്ത്രീലിംഗ വാക്കാണ് ഖദ്ദമത്ത് എന്ന് പറയുന്നത്. യദാഹു, യദുൻ, കയ്യ്, യദാ, 2 കൈകൾ, യദാഹു, അവന്റെ 2 കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യൻ നോക്കുന്ന ദിവസം. ഇവിടെ അത് ഒന്നുകൂടി പറഞ്ഞു തരാൻ കേട്ടോ, അതിന്റെ ഓരോ വാക്കുകൾ പഠിക്കണം നമുക്ക്. വയഖൂലുൽ കാഫിറു, കാഫിർ പറഞ്ഞു പോകുന്ന സമയം, യാ ലൈതനി, ലൈത, ലൈതനി, യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെ? യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എന്ന് സത്യനിഷേധിയായ മനുഷ്യൻ വിലപിക്കുന്ന ഒരു സമയം എന്നാണ് ഖുർആൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്,
ഇന്നാ അൻദർനാക്കും അദാബൻ ഖരീബ വരെ ഒന്ന്, യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു എന്നതൊന്ന്, വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ എന്നതൊന്ന്. വളരെ ഗഹനമായ നിലയിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദാലിക്കൽ യൗമുൽ ഹഖ് എന്ന് പറയുന്ന ആ വാക്കും ആ ആയത്തും. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്, അല്ലാതെ ശാസ്ത്രം പറയുള്ളത്. നമ്മുടെ ഈമാനികമായ തലത്തെ പോഷിപ്പിക്കേണ്ടുന്ന ചിന്തയാണത്. ഇവിടെ ഞാൻ താഴത്തുനിന്ന് അങ്ങ് തുടങ്ങാണ്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. അവിടെ കൈകൾ, രണ്ട് കൈകൾ ചെയ്തു വെച്ചത് എന്നതിന്, രണ്ട് കൈകൾക്ക് അവിടെ ഖദ്ദമ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം ഖദ്ദമത്ത് എന്ന് ഉപയോഗിച്ചു, സ്ത്രീലിംഗ വാക്കായി ഉപയോഗിച്ചു. അത് എന്തുകൊണ്ടറിയാം? നമ്മള് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതില്. ഒന്ന്, എന്തുകൊണ്ടായിരിക്കും സ്ത്രീലിംഗ വാക്കായിട്ട് രണ്ട് കൈകൾ എന്ന് ഉപയോഗിച്ചത്? അത് അടിസ്ഥാനപരമായി നമ്മളൊരു ചെറിയൊരു കാര്യം പഠിക്കേണ്ടത്, മനുഷ്യ ശരീരത്തിലെ ഒറ്റ അവയവങ്ങൾ ഇരട്ട അവയവങ്ങളുണ്ട്. ഇപ്പൊ അറിയുന്നവർക്ക് അറിയും, അല്ലാത്തവർ ശ്രദ്ധിക്കാനാ ഞാൻ ഈ പറയണത് കേട്ടോ. ഒന്ന്, മനുഷ്യ ശരീരത്തിലെ ഒറ്റ അവയവങ്ങളുണ്ട്, ഇരട്ട അവയവങ്ങളുണ്ട്. ഇരട്ട അവയവങ്ങളെ ഭാഷയിൽ ഉപയോഗിക്കുക സ്ത്രീലിംഗ വാക്കായിട്ടും, ഒറ്റ അവയവങ്ങളെ, അപ്പൊ ഒറ്റ എന്ന് പറയുന്നത് ഇപ്പൊ ഏതൊക്കെ വരിക? അപ്പൊ തല അല്ലെ, അതേപോലെ മൂക്ക്, വായ, പിന്നെ അങ്ങനെയുള്ളത് ഉണ്ടല്ലോ, ഒരെണ്ണം മാത്രമായി വരുന്നത്. അതൊക്കെ ഒറ്റയായി വരുന്ന അവയവങ്ങളെല്ലാം പുല്ലിംഗവാക്കും. ഇരട്ടയായി വരുന്ന എല്ലാ അവയവങ്ങളെ സ്ത്രീലിംഗ വാക്കായിട്ടാണ് ഭാഷയിൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് യദാഹു എന്ന വാക്ക് പറഞ്ഞിടത്ത് ഖദ്ദമത്ത് എന്ന് ഉപയോഗിച്ചത്. ഇനി അവന്റെ രണ്ട് കൈകൾ മുൻകൂട്ടി ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ, അതിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്തറിയ അർത്ഥം? സത്യത്തില് അതിവിടെ ഇപ്പോ നമ്മുടെ അധ്വാനം എന്നാണ് അതിന്റെ അർത്ഥം. അയാൾക്ക് അതിലൊരു കൈയുണ്ട്. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കാണ്. അയാൾക്ക് അതിലൊരു കൈയുണ്ട്. എപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാ? ആ കൈ ഉണ്ട് എന്ന് പറയണത് അയാളുടെ പണിയാണ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ആ നിലക്കാണ് സ്വന്തം അധ്വാനത്തിലേക്ക് മനുഷ്യൻ നോക്കുന്ന സമയം എന്ന നിലയിൽ ഏത് വന്നത്? യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. അതിനെ വിശദീകരിച്ച് പറയുന്ന ഒരു വാക്യത്തിൽ കാണാം നമുക്ക്, നാളെ പാരത്രിക ലോകത്ത് മനുഷ്യൻ മുന്നിൽ നോക്കുമ്പോൾ അവന്റെ അമല്, പിന്നിൽ നോക്കിയാലും അമല്, ഇടതും വലതുമൊക്കെ അമലുകള്. അതല്ലാതെ നമുക്ക് ആശ്വാസം തരുന്ന ഒന്നും അവിടെ കാണുക സാധ്യമല്ല. അതെപ്പോഴാ സംഭവിക്കുക? നിങ്ങളത് ആലോചിച്ച് നോക്കി. അതിന് അള്ളാഹ് പറഞ്ഞെന്നറിയോ? അദാബൻ ഖരീബൻ എന്നാണ്. നമ്മൾ ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാലോ, ഇവിടെ സംബോധന ചെയ്യപ്പെടുന്നവർ മരിച്ചു പോയിട്ട് ഇപ്പൊ എന്തായി? 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഉയർത്തെഴുന്നേൽപ്പ് ഇനിയും എത്ര നൂറ്റാണ്ടുകള്, അല്ലെങ്കിൽ എത്ര സഹസ്രാബ്ദങ്ങള്, പിന്നെ അല്ലെങ്കിൽ എത്ര ലക്ഷം കൊല്ലങ്ങൾ കഴിഞ്ഞാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയൂലല്ലോ, അല്ലെ? എങ്കിൽ പിന്നെ എന്ത് അർത്ഥത്തിലാണ് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ അടുത്തതാണ് എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. സൂറയുടെ തുടക്കത്തിൽ തന്നെ അടുത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുമെന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലായിരിക്കും? അല്ല, കല്ല സയഅലമൂൻ എന്ന് ഉപയോഗിച്ചില്ലേ? അതെന്താന്ന് ചോദിച്ചാല്, നമ്മൾ ഭൗതിക ലോകത്ത് മാത്രമാണ് മനുഷ്യന്റെ കാലബോധം എന്ന് പറയുന്നതുള്ളൂ. സ്ഥലകാല പരിമിതികൾക്കകത്ത് സശരീരനായി ജീവിതം നയിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഏതുള്ളത്? ഈ സ്ഥലകാല ബോധം എന്ന് പറയുന്നത്, കാലബോധം എന്ന് പറയുന്നത്. എന്നാല് മരണാനന്തരം അവന് ആത്മാവ് മാത്രമായി തീരുമ്പോ കാലബോധം ശേഷിക്കൂല. അന്ത്യനാളിൽ വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വേളയിൽ, അഥവാ ശരീരത്തിലേക്ക് റൂഹ് വരുമ്പോഴാണ്
നമ്മൾ ഇപ്പം കിടന്നല്ലുള്ളൂ, കുറച്ചേരായിട്ടല്ലുള്ളൂ ഉറങ്ങിയിട്ട് എന്നെല്ലാം തോന്നുക. അതുകൊണ്ടാണ് ആരാണ് നമ്മളെ വിളിച്ചുണർത്തിയത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ. മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലു എന്നൊക്കെ തുടങ്ങിയിട്ട് ആയത്തുകള് ഇതിലേക്ക് നിങ്ങൾ ചേർത്തി വെക്കണം. ഞാൻ അതിന്റെ സൂചന മാത്രമേ തരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പോൾ മരിച്ചാൽ തൊട്ടടുത്ത സെക്കൻഡിൽ, നിമിഷത്തിൽ നമ്മൾ എവിടെയാണ്? പരലോകത്തായിരിക്കും. അതാണ് അദാബൻ ഖരീബ എന്ന് പറഞ്ഞാലേ. നേരെ മനസ്സിലാക്കണം കേട്ടോ. എങ്ങനെ? ഈ കാലബോധം എന്ന് പറയണത് ആത്മാവും ശരീരവും തമ്മിൽ ചേരുമ്പോഴാണ്. ശരീരവും ഇത് രണ്ടും പാടെ മറയുന്നതോടുകൂടി കാലബോധം പോയി. അപ്പൊ നമ്മൾ ഇപ്പം മരിച്ചാൽ നമ്മൾ അടുത്ത നിമിഷം നമ്മൾ എവിടെയായിരിക്കും? നമ്മൾ പരലോകത്തായിരിക്കും. അതുകൊണ്ടാണ് പടച്ചോൻ എന്ത് ചെയ്തത്? അദാബൻ ഖരീബൻ എന്നൊരു വാക്ക് പറഞ്ഞത്. ഇനി മരണം എപ്പോഴാ സംഭവിക്കുക? അങ്ങനെ ആലോചിക്കാലോ. മരണം എപ്പോഴാ സംഭവിക്കാം? തൊട്ടടുത്ത നിമിഷം. ഇപ്പൊ നമ്മളിത് പറയണ വാക്കുകൾ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ? നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇന്നലെ നമ്മളെ വളരെ അടുത്തൊരു സഹോദരൻ, ഒരു മാഷ് മരണപ്പെട്ടു. അയാളും ഭാര്യയും 18-ാം തീയതി ഹജ്ജിന് പോവുകയാണ്. അപ്പോ ഹജ്ജിന് പോകുന്ന കാര്യങ്ങള് യാത്ര പറയാൻ വേണ്ടി ഓരോ വീടുകളിൽ തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആക്സിഡന്റിൽ മരിക്കണത്. എങ്ങനെ വാഹനം ഇടിച്ചു എന്ന് പോലും അറിയണില്ല. വാഹനത്തിലുള്ള കുട്ടിയും അയാളുടെ ഭാര്യക്കും ഒന്നും പറ്റുന്നില്ല. അയാൾ മാത്രമാണ് മരിക്കണത്. ആ മരണം എന്നത് അതിന് അറിയപ്പെടുന്ന ഒരു കാരണവും വേണ്ട. അറിയപ്പെടുന്ന കാരണങ്ങൾക്കൊന്നും നമ്മൾ മരിച്ചു കൊള്ളണം എന്നില്ല. അപ്പൊ എപ്പോ നമ്മൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നത്? നമ്മളോട് അങ്ങനെ തന്നെ ഇന്ന അൻവർനാക്കും അദാബൻ ഖരീബൻ, എന്നിട്ട് യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വയഖൂലുൽ കാഫിർ. ഈ നിഷേധികൾ ഇങ്ങനെ പറയും, പടച്ചോനെ ഞാനൊന്ന് മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ മനുഷ്യനായി ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ കൊതിക്കുന്നാണ് പറയണത്. അതെന്താ സംഗതി അറിയോ? നമ്മുടെ വിചാരണ മാത്രം നടക്കുന്നില്ല. ഏറ്റവും പ്രയാസവും പ്രതിസന്ധിയുള്ളത് നമ്മൾക്കാണ്. അവിടെ പടച്ചവൻ എല്ലാ വസ്തുക്കളെയും നാളെ പരലോകത്ത് മഹിഷറയിൽ കൊണ്ടുവരണു. എത്ര വരെ? പരസ്പരം ആക്രമിച്ച മൃഗങ്ങളെ വരെ അള്ളാഹുവിടെ കൊണ്ടുവരും. ഒരു ശക്തിയുള്ള ആട് ശക്തിയില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ജന്തുക്കളെയും അള്ളാഹുവിടെ കൊണ്ടുവരണു. എന്നിട്ട് അതിന് സമാനമായ ശിക്ഷ കൊടുത്തിട്ട് എല്ലാ വിചാരണയും കഴിഞ്ഞ് അവരോട് പറയുന്നതാണ് കൂനു തുറാബ. ഇത് നമുക്കറിയാലോ അല്ലെ? കൂനു തുറാബ, മണ്ണായിക്കോട്ടോ എന്ന് പറയും. ആ പറയുന്നതോടുകൂടി അവരെല്ലാവരും മണ്ണായി പോകുമ്പോ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്, പടച്ചോനെ ഞാനൊന്ന് മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. ഇനി അറബിയില് ഇതിന്റെ വിശദീകരണം നമുക്ക് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരും ചെയ്യേണ്ടത്. അറബിയില് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ലോ. ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പൊ ലഅല്ല, ലൈത്ത, അങ്ങനെ തുടങ്ങുന്ന കുറെ വാക്കുകളുണ്ട്. ലഅല്ലനി എന്ന് തുടങ്ങുന്നുണ്ട് വാക്കുകളുണ്ട്. ഇതിൽ ഈ ലൈത്തയും ലഅല്ല അതുപോലെ തുടങ്ങുന്ന കുറെ വാക്കുകളുടെ വ്യത്യാസം പറയും. അപ്പൊ ഈ ലഅല്ല എന്ന് പറയുന്നത് അടുത്ത ഭാവിയിൽ ഉണ്ടായേക്കാം എന്ന ആഗ്രഹം പറയുമ്പോഴാണ്. ലൈത്ത എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാക്കുകളുടെ പ്രത്യേകത ഒരു കാലത്തും നടക്കാൻ സംഭവം സാധ്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നിടത്താണ് ഈ ലൈത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഞാനൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ എന്തുകൊണ്ട് ഈ ലൈത്തനി എന്നുള്ള വാക്ക് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യാൻ പറയാ? ആ വാക്കിനെ എല്ലാത്തിനെയും നിങ്ങൾ ഈ സന്ദർഭത്തിൽ കൊണ്ടുവരിക. അപ്പൊ കാഫിർ അങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണെന്ന് വെച്ചാൽ ഒരിക്കലും സംഭവ്യമല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നു, ദാലിക്കൽ യൗമുൽ ഹഖ്, ദിവസം സത്യാട്ടോ, അത് യാഥാർത്ഥ്യമായി പുലരുന്ന, സത്യം പുലരുന്ന ദിവസമാണത്.
കാരണം സത്യം പുലരല് ആവശ്യമാണ്. അല്ലെ? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ വായിക്കുമ്പോ അനുഭവിക്കുമ്പോ നമുക്ക് തോന്നും, റബ്ബേ, ഇതിന്റെ ഹക്ക് പുലരാതെയാണല്ലോ ഇതെല്ലാം കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ ചേർത്ത് വായിക്കണേ, തുറന്നു പറയില്ല. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ തോന്നും, ഹക്കറിയാതെയാണല്ലോ കാലം കഴിയുന്നത്, ആളുകൾ മരിക്കുന്നത്. പടച്ചോൻ പറഞ്ഞു, സത്യം പുലരുന്ന ദിവസമാണത്, വേണമെങ്കിൽ ഒരുങ്ങിക്കോന്ന്. ആണ് നമ്മുടെ പ്രത്യേകത. എന്താ നമ്മുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമുക്ക് അല്ലാഹു സ്വാതന്ത്ര്യം തന്നു, നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ തന്നു, എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശം തന്നു. ഇങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ അതിന് വിപരീതമായി ജീവിച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞു. എല്ലാം പറഞ്ഞു തന്നതിന് ശേഷം പഠിച്ചു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനവും തന്നു. എന്താണത്? നിനക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതും തന്നു. അപ്പോ എത്ര വരെ ഉള്ളൂ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം എന്ന് പറയണത്? മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്തോടു കൂടെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമ്മൾ പഞ്ചപുച്ഛമടക്കി ആ വിധിക്ക് വിധേയപ്പെട്ട് ജീവിക്കല് മുന്നോട്ട് പോലും മാത്രമേ കഴിയുള്ളൂ. അതുവരെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് എന്ത് വേണം എന്ന് തീരുമാനിക്കാനുള്ള അവസ്ഥ നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുക. മുകളിൽ പറഞ്ഞ 10 പ്രസ്താവനകൾ അത് സത്യമാണെങ്കിൽ പരലോകവും സത്യമാണ്. നീ ജീവിക്കുന്നു, നീ സംസാരിക്കുന്നു, വർത്തമാനം പറയുന്നു എന്നത് എത്ര കണ്ട് സത്യമാണോ, നീ ജീവിച്ചിരിക്കുന്നു എന്നത് എത്ര കണ്ട് സത്യമാണോ, അതുപോലെ ഒരു സത്യമാണ് പരലോകം ഉണ്ട് എന്നത്. മാത്രമല്ല അള്ളാഹ് പറഞ്ഞു, സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ലമയ്യിത്തൂൻ സുമ്മ ഇന്നക്കും ബഅദ ദാലിക സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. സൂറത്ത് മുഅ്മിനൂനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറഞ്ഞത് നമ്മുടെ ജീവിത ഘട്ടങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിച്ച് തന്നിട്ട് അള്ളാഹ് പറഞ്ഞു തന്നത് എന്താണ്? നിങ്ങൾ ജനിച്ചു, സത്യല്ലേ? അതെത്ര കണ്ട് സത്യമാണോ അതുപോലെ ഒരു സത്യമാണ് നിങ്ങൾ മരിക്കുമെന്നത്. നിങ്ങൾ മരിക്കുമെന്നത് എത്ര കണ്ട് സത്യമാണോ അതുപോലെ ഒരു സത്യമാണ് നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടാകും എന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് പിറന്നു വീണത് നമ്മളോട് സമ്മതം ചോദിച്ചിട്ടല്ല. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് നമ്മളോട് ആരോടും സമ്മതം ചോദിച്ചിട്ടല്ല. നമ്മൾ കീഴ്പ്പെടലാണ്. ആ കീഴ്പ്പെടുന്നത് വൃത്തിയുള്ള രൂപത്തില് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. അതിനാണ് പടച്ചോന് സ്വർഗം പറഞ്ഞെന്ന്, നരകം പറഞ്ഞെന്ന്, ജീവിക്കേണ്ട വഴികൾ പറഞ്ഞെന്ന്. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹ് അവിടെയൊക്കെ ഉപയോഗിച്ചത് റഹ്മാൻ എന്ന വാക്കാണ്. ആ റഹ്മത്തിന്റെ ഭാവമാണ് അമ്പിയാക്കന്മാരെ നിയമിച്ചു തന്നു. ഇങ്ങനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെന്നെല്ലാം പറഞ്ഞു തന്നിട്ട് ഇനിയും മുന്നോട്ട് നേരെ ചൊവ്വെ പോകുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവും എന്നും ഓർമ്മപ്പെടുത്തി തരികയാണ്. ഒരിക്കലും യാ ലൈതനി കുന്തു തുറാബ എന്ന് പിന്നെ കൊതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ഇവിടെ തന്നെ ഒരുങ്ങണമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങളൊന്നിങ്ങനെ വായിച്ചു നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യംലികൂന മിൻഹു ഖിതാബ. അല്ലെ? നമ്മൾ എടുത്തതാണ്. എങ്ങനെ? ലാ യംലികൂന മിൻഹു ഖിതാബ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ ദാലികൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. പിന്നെ ഈ സൂറക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അമ്മ യതസാഅലൂൻ എന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉള്ള മനുഷ്യന് യാ ലൈതനി കുന്തു തുറാബ എന്ന് പറയേണ്ടി വരില്ല. അതാണ് അതിന്റെ ഒരർത്ഥം. അതുകൊണ്ട് നല്ലപോലെ
ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതണം, ഓതിയിട്ട് ഇതിലേക്ക് ഇട്ട് തരണം. ഞാന് എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ എടുത്തു തന്നതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ചോദ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു സൂറ കഴിയുന്നുണ്ടല്ലോ, ഞാൻ ബന്ധപ്പെട്ടവരോടൊക്കെ കൂടി ആലോചിച്ച് ഒരു വലിയ സൂറത്താണത്. ഇപ്പൊ നമ്മള് 40 ആയത്തുകളാണ് പഠിച്ചത്. ഈ 40 ആയത്തുകൾക്ക് മൊത്തത്തിൽ നമുക്ക് നല്ലൊരു പരീക്ഷ ഇടണം. എന്നിട്ട് അടുത്തൊരു മീറ്റിംഗിൽ വെച്ച് അതിൽ വിജയിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ഒരു സമ്മാനവും തരാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ തുണക്കട്ടെ. നിങ്ങൾ ഓതണം എന്ന ഒരു വസിയ്യത്ത് നിങ്ങൾക്ക് തരികയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം.